ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ റൗണ്ട് മാറ്റ് എങ്ങനെ ചെയ്തെടുക്കാമെന്നാണ്. അത് ഭയങ്കര എളുപ്പമാണ്. ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഡബിൾ ക്രോഷ്യോ സ്റ്റിച്ച് മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സാധാരണ ബിഗിനേഴ്സ് ഫ്രണ്ട്ലിയാണ്, എല്ലാവർക്കും ഒരുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. സോ ഇതിൻ്റെ എൻഡ് ഭാഗമൊക്കെ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് നോക്കിയാലോ. സോ വിത്തൗട്ട് എനി ഡിലേ, വെൽക്കം ബാക്ക് ടു ഫാമിലി. സോ ഞാൻ എപ്പോഴും പറയണ പോലെ നിങ്ങളിപ്പോൾ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ആക്രിലിക്കാണ് എടുക്കുന്നതായിരിക്കും നല്ലത്. ആൻഡ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് മാജിക് റിങ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഈ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക, അതുപോലെ 2 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മാജിക് റിങ് ചെയ്യുന്നത്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഒരു വട്ടം കൂടി ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ 2 ചെയിൻ ഇട്ട് കൊടുക്കുക. ഞാൻ അവിടെ 2 ചെയിനാണ് ഇടുന്നത്. ആൻഡ് സബ് ടൈറ്റിൽ ഞാൻ 3 ചെയിനാണ് ഇട്ടേക്കണത്. സോ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, 2 ചെയിൻ ഇട്ടാലും 3 ചെയിൻ ഇട്ടാലും കറക്റ്റ് തന്നെയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഫോളോ ചെയ്യാം. ആൻഡ് അത് ഈ മാജിക് റിങ്ങിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ 12 ഡബിൾ ക്രോഷ്യാണ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഡബിൾ ക്രോഷ്യ ചെയ്യേണ്ട വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കുക. അല്ല നിങ്ങൾക്ക് ഇത് റൗണ്ട് മാറ്റ് മാത്രം ചെയ്താൽ മതി എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സൂക്ഷിച്ച് നോക്കിയെങ്കിൽ എങ്ങനെയാണ് ഡബിൾ ക്രോഷ്യ ചെയ്യണമെന്ന് മനസ്സിലാവും. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, യാൺ ഓവർ ചെയ്തതിന് ശേഷം ആ റിങ്ങിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ നീഡിലിനെ പാസ് ചെയ്യുക. എന്നിട്ട് യാൺ ഓവർ ചെയ്തിട്ട് ഗ്രാബ് ചെയ്തെടുക്കുക. വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് ആദ്യത്തെ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യുക. വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് അടുത്ത 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യുക. ഇതാണ് ഡബിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് അങ്ങനെ 12 ഡബിൾ ക്രോഷ്യ നമ്മൾ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഈ ഒരു റൗണ്ട് മാറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഡബിൾ ക്രോഷ്യ മാത്രം അറിഞ്ഞാൽ മതി, വേറെ ഒരു സ്റ്റിച്ചും അറിയണ്ട. ആൻഡ് ഇതിൽ ആദ്യത്തെ 2 റൗണ്ട് നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള റൗണ്ട് നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ യൂസ് ചെയ്തിട്ട് എത്ര റൗണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ആഡ് ഓൺ ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ആൻഡ് ഈ 12 ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഈ ഒരു റൗണ്ട് ക്ലോസ് ചെയ്യുന്നത്. അതിന് ആദ്യത്തെ ചെയിൻ ഉണ്ടല്ലോ, ആ ചെയിൻ്റെ ഉള്ളിൽ കൂടെ നീഡിലിനെ പാസ് ചെയ്തിട്ട് യാൺ ഓവർ ചെയ്ത് ഗ്രാബ് ചെയ്തെടുക്കുക ചെയിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ. എന്നിട്ട് അത് ആ ഫസ്റ്റ് നമ്മുടെ ഹുക്കുമുള്ള ഒരു ലൂപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ മാറ്റിൻ്റെ നടുക്കിലൊരു ഹോൾ ഉണ്ടാവുമല്ലോ, ആ ഹോൾ നമ്മൾ ക്ലോസ് ചെയ്യണ്ടേ. ആ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എൻഡ് ചെയ്യാൻ പിടിച്ച് നല്ല മുറുക്കനെ വലിക്കുക. അപ്പോൾ അത് ക്ലോസ് ആയിക്കോളും. അതിന് ശേഷം നമുക്ക് അവസാനം എല്ലാ ഇതും കഴിഞ്ഞ് റൗണ്ട് ചെയ്തതിന് ശേഷം നമുക്ക് ടാപ്പസ്ട്രി നീഡിൽ യൂസ് ചെയ്തിട്ട് അത് തുന്നി ഉള്ളിലേക്ക് ഹൈഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്ത റൗണ്ട് 2 ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം 2 ചെയിൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ചെയിൻ്റെ സ്പേസ് ഉണ്ടല്ലോ, ആ സ്പേസിലേക്ക് നമ്മൾ 2 ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്യുക. ഓക്കെ, ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞു, വീണ്ടും ഒരെണ്ണം കൂടി ചെയ്ത് കൊടുക്കാം. അതുപോലെ അടുത്ത ചെയിൻ്റെ ഉള്ളിലും ഞാനിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഞാൻ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെയാണ് നീഡിലിനെ പാസ് ചെയ്യുന്നത്. ഫ്രണ്ട് ലൂപ്പും ബാക്ക് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെയാണ് പാസ് ചെയ്യണേ. അപ്പോൾ അത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത ചെയിനിലും 2 ഡബിൾ ക്രോഷ്യ ചെയ്യണം. അങ്ങനെ 12 നമുക്ക് ഡബിൾ ക്രോഷ്യ നമ്മൾ ആദ്യത്തെ റൗണ്ടും ചെയ്തല്ലോ, അതിൻ്റെ എല്ലാത്തിൻ്റെയും മുകളിലത്തെ ചെയിനിൽ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ വെച്ചിട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ടോട്ടൽ 24 ഡബിൾ ക്രോഷ്യ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ സബ് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, ആ സബ് ടൈറ്റിൽ നോക്കി ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യണം ഇതൊന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ആൻഡ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ ആദ്യത്തെ 2 റൗണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പാറ്റേൺ ഒന്ന് ഫോളോ ചെയ്താൽ മതി, നിങ്ങൾക്കത് കറക്റ്റായിട്ട് ഈ റൗണ്ടായിട്ട് കിട്ടും. ഓക്കെ, ആൻഡ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ക്രോഷ്യ റിലേറ്റഡ് വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി
നമ്മൾ എന്താണ് റൗണ്ട് 2 നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യണം. അതിന് ആദ്യത്തെ ഡബിൾ ക്രോഷ്യേൻ്റെ മുകളിൽ ഒരു ചെയിൻ കാണും. ആദ്യത്തെ ആ ചെയിൻ്റെ ഉള്ളിൽ കൂടെ നീഡലിനെ പാസ് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെ നമ്മളിപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, 2 ചെയിൻ ഇട്ട് കൊടുക്കുക. ഞാൻ സബ് ടൈറ്റിൽ 3 ചെയിൻ എന്ന് ഇട്ടേക്കണേ, രണ്ടും കറക്റ്റാണ്. 2 ചെയിൻ ഇട്ടാലും 3 ചെയിൻ ഇട്ടിട്ട് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടും കറക്റ്റാണ്. ഓക്കെ, അതിന് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത്, രണ്ടും ചെയ്യുന്നത് കറക്റ്റാണ്. 2 ചെയിൻ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ സ്പേസിനുണ്ടല്ലോ, ആ സ്പേസിൻ്റെ ഉള്ളിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഓക്കെ, അതിനുശേഷം അടുത്ത ചെയിനിൻ്റെ ഉള്ളിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. അതിന് പിന്നെ അടുത്ത ചെയിനിൽ 2 ഡബിൾ ക്രോഷ്യ ആണ്. ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇത് ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുക. 2 ഡബിൾ ക്രോഷ്യ, 1 ഡബിൾ ക്രോഷ്യ, 2 ഡബിൾ ക്രോഷ്യ, 1 ഡബിൾ ക്രോഷ്യ എന്ന രീതിയിൽ ആ റൗണ്ട് മൊത്തം കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ സിമ്പിളായിട്ട് ഇതിപ്പോൾ ഇനിയിപ്പോൾ പാറ്റേൺ പറഞ്ഞു പോവാം. നിങ്ങൾക്ക് ഡബിൾ ക്രോഷ്യ ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പാറ്റേൺ പറയാം, അതൊന്ന് ഫോളോ ചെയ്താൽ മതി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് റൗണ്ട് 3 വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും 2 ചെയിൻ ഇട്ട് കൊടുക്കുക. 2 ചെയിൻ ഇട്ട് കൊടുത്ത് ആ സെയിം സ്പേസിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. അടുത്ത ചെയിനിൽ നമ്മൾ 1 ഡബിൾ ക്രോഷ്യ ചെയ്യുക. അടുത്ത ചെയിനിൽ 1 ഡബിൾ ക്രോഷ്യ ചെയ്യുക. എന്നിട്ട് വീണ്ടും 2 ഡബിൾ ക്രോഷ്യ, 1 അങ്ങനെ പോവും ആ റൗണ്ട് മൊത്തം. ഇങ്ങനെ 2 1 1 2 1 1 അങ്ങനെ. ഇപ്പോൾ നമ്മൾ റൗണ്ട് 4 ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, 2 ഡബിൾ ക്രോഷ്യ. നമ്മൾ നേരത്തെ 3 ഒറ്റ ഡബിൾ ക്രോഷ്യല്ലേ ചെയ്തേ, അതായത് ഇനിയിപ്പോൾ അടുത്ത റൗണ്ടിൽ വരുമ്പോൾ 4 ഒറ്റ ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 2 ഡബിൾ ക്രോഷ്യ ഒരു ചെയിനിൽ, പിന്നെ 4 ഒറ്റ ഡബിൾ ക്രോഷ്യ. അങ്ങനെ ഫോളോ ചെയ്ത് അങ്ങനെ അത് പോവും. ഓക്കെ, അതിൻ്റെ ഇതിൻ്റെ പാറ്റേൺ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പാറ്റേൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ നോക്കി കഴിഞ്ഞാൽ പാറ്റേണിൻ്റെ ഫുൾ ഇത് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് നോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ പാറ്റേൺ മനസ്സിലായി. നിങ്ങൾക്ക് ഇതിൽ എത്ര റൗണ്ട് വേണം നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഈ 6 റൗണ്ട് അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് എത്ര റൗണ്ട് ഇൻഫിനിറ്റ് ആയിട്ട് നിങ്ങൾക്ക് എത്ര റൗണ്ട് വേണമെങ്കിലും ഇതിലും കൂടെ ആഡ് ചെയ്ത് കൊണ്ടുപോകാം. കണ്ടേ, ഇപ്പം നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഇപ്പം നമ്മൾ വന്നപ്പോൾ 2 ഡബിൾ ക്രോഷ്യ ആദ്യത്തെ ചെയിനിൽ നമ്മൾ ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്ത ചെയിനിൽ നമ്മൾ 1 ഡബിൾ ക്രോഷ്യ ചെയ്തു. അടുത്ത ചെയിനിൽ 1 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഓക്കെ, ഇനി അടുത്ത റൗണ്ട് വരുമ്പോൾ ഈ ഒറ്റ ഡബിൾ ക്രോഷ്യ ചെയ്ത് നമ്മൾ 2 വട്ടമല്ലേ ചെയ്തേ, അടുത്ത റൗണ്ടിൽ വരുമ്പോൾ അത് 3 വട്ടവും. 2 ഡബിൾ ക്രോഷ്യ, 1 ഡബിൾ ക്രോഷ്യ, 1 ഡബിൾ ക്രോഷ്യ, 1 ഡബിൾ ക്രോഷ്യ അങ്ങനെ. ഞാൻ പറഞ്ഞ ഭയങ്കര സിമ്പിളായ പാറ്റേണാണ്, ബിഗിനേഴ്സിനും ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ ക്രോഷ്യ പഠിച്ചപ്പോൾ ആദ്യം ചെയ്തത് ഈ റൗണ്ട് മാറ്റാണ് കേട്ടോ. ഈ റൗണ്ട് മാറ്റ് ചെയ്തിട്ട് എനിക്ക് കറക്റ്റായി വന്നപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആയി, എന്താണ് എനിക്ക് ക്രോഷ്യ ചെയ്യാലോ എന്ന് ഇതായിട്ടാണ് ഞാൻ പിന്നെ സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ നിങ്ങൾക്കിപ്പോൾ ഇത് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഡബിൾ ക്രോഷ്യ മാത്രം അറിഞ്ഞാൽ മതി. നമുക്ക് ഈ റൗണ്ട് മാറ്റ് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഈ റൗണ്ട് മാറ്റിന് വെച്ചിട്ട് നമുക്ക് പല പ്രോജക്റ്റും നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഓരോ റൗണ്ട് കൂടും തോറും നിങ്ങൾ ആ കൗണ്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കൗണ്ട് ചെയ്ത് പോകണം. ഓക്കെ, നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ അങ്ങനെ കൗണ്ട് ചെയ്യുന്നത് കറക്റ്റായിരിക്കണം. കൗണ്ടിങ് എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ ആ പാറ്റേൺ പിന്നെ ശരിയാവില്ല, പാറ്റേൺ തെറ്റാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൗണ്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ 2 റൗണ്ട് നിങ്ങൾക്ക് കൗണ്ട് ചെയ്യേണ്ട കാര്യമില്ല, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം, നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ റൗണ്ട് 3 തൊട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡബിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ കൗണ്ട് ചെയ്ത് ചെയ്യാൻ ശ്രദ്ധിക്കുക. അത് മാത്രം നിങ്ങൾ ഇതിൽ ശ്രദ്ധിച്ചാൽ മതി.
ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ആ മെഷ് ബോ ഉണ്ടല്ലോ, അവിടെ ഇരിക്കുന്ന മെഷ് ബോ എങ്ങനെയാണ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതും ഭയങ്കര സിമ്പിളാണ്, ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് അതിൻ്റെയും. അപ്പോൾ ഞാൻ അത് അടുത്ത വീഡിയോയിൽ എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിക്കാം. സോ ഇതിങ്ങനെ നമുക്ക് എളുപ്പമാണ്. ഇതിങ്ങനെ റൗണ്ട് ഇങ്ങനെ നമുക്ക് ആഡ് ചെയ്ത് പോവാം. അവസാനം വരുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു ചെയിൻ ഇട്ടിട്ട് യാൺ കട്ട് ചെയ്തെടുക്കുക, കുറച്ച് ലെങ്ത്തിൽ യാൺ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ടാപ്പസ്ട്രി നീഡിലുണ്ടല്ലോ, അത് ഞാനിവിടെ കാണിക്കുന്നില്ല, ഒരു ഐ ഹോള് ഇത്തിരി വലിയതായിട്ടുള്ള നീഡിൽ. ഓക്കെ, അത് നിങ്ങൾക്ക് ഈ സ്റ്റേഷനറി അല്ലല്ലോ, എവിടെയാണ് നമുക്ക് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ഇതൊക്കെ വിൽക്കണ കടയിലൊക്കെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നതാണ്. ആ നീഡിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ യാണിനെ അറിയാത്ത പോലെ ഹൈഡ് ചെയ്ത് തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ ഇത് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്യുക. സോ ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനത്തെ വീഡിയോകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് അടുത്ത വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത്. ഓക്കെ, പിന്നെന്താ പറയുക, പിന്നെ ഞാൻ ഷോർട്സിൽ ഞാൻ സെൽഫ് സ്റ്റിച്ചറായിട്ടുള്ള വീഡിയോസും എംബ്രോയിഡറീസും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ലോങ് വീഡിയോസ് ആയിട്ട് ഞാൻ ക്രോഷോ റിലേറ്റഡ് ആയിട്ടുള്ളതും അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ഇങ്ങനത്തെ ഇതൊക്കെ എല്ലാം ഇതുപോലത്തെ റിലേറ്റഡ് ഇത് കണ്ടന്റ് ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ അത്രേ ഉള്ളൂ. സോ താങ്ക് യു എവറി വൺ ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ് മീ, ആൻഡ് ഹൗ പീസ് ടു ഓൾ.